ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഈ ഒരു റെസിപ്പി ബിഗിനേഴ്സിനെല്ലാം ഒട്ടും ഫ്ലോപ്പാണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു റെസിപ്പി ചിക്കനൊന്നും മാരിനേറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി ഞാനൊരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള പീസായിട്ടാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 5 മീഡിയം സൈസിലെ സവാള വേണം നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ ഒരു 3 തക്കാളി വേണം. പിന്നെ ഒരു 6-7 പച്ചമുളക് വേണം. അത്യാവശ്യം ഓയിൽ വേണം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു പാന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത സവാള ചേർക്കാം. സവാള ഒന്ന് വാട്ടിയെടുക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് ഇത് ഒന്ന് വഴന്ന് വരും. അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് പേസ്റ്റ് ചേർത്താൽ നമുക്ക് ഇതത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ ചതച്ചത് ചേർക്കാനൊന്ന് നോക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇതിലേക്ക് നമുക്ക് അടുത്തതായി ചേർക്കാനുള്ള ചിക്കനാണ്. ചിക്കൻ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അതിൻ്റെ വൈറ്റ് പോർഷൻ ആകുന്ന വരെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ വൈറ്റ് പോർഷൻ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 5 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാക്കറ്റിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് എടുക്കണമെന്നില്ല. ഇതിൽ എല്ലാ മസാല തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. അപ്പോഴേ കറക്റ്റായിട്ടുള്ള ഒരു കളറ് വരും. അപ്പോൾ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. അപ്പം ഈ ചിക്കൻ്റെ അകത്തും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഈസി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നമുക്കിപ്പോൾ അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. അപ്പം ഇതിൻ്റെ ചിക്കൻ്റെ അകത്ത് ഇപ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 6-7 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ഡ്രൈ ആയിട്ട് എടുക്കണമെന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ പറയാൻ വിട്ടു കേട്ടോ, കുറച്ച് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം. യോഗട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതാണ് ഈ ഒരു തൈര്. അപ്പോൾ ചേർത്തതിന് ശേഷം ഒരുപാട് ഫ്ലെയിം കൂട്ടണമെന്നില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കണം. അപ്പോൾ ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇപ്പം ഏകദേശം ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. അപ്പോൾ നല്ല മണമുള്ള ഈ ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ റെഡിമെയ്ഡ് മസാല ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അവിടെ കിടന്ന് വെന്തോട്ടെ. പിന്നെ ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കണം. ഇതിലേക്ക് ഞാനിപ്പം വറ്റിച്ചെടുക്കുന്നില്ല. റൈസ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഊറ്റി കളയുന്നുണ്ട് വെള്ളം. അപ്പോൾ ഒന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം എടുത്താൽ മതി. അപ്പം ഇതിലേക്ക് ഞാൻ 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ബിരിയാണി റൈസാണ് ചേർക്കുന്നത്, ബസ്മതി അരി. അപ്പോൾ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 4 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു 90% വെന്തതിന് ശേഷം ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 90% ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്തെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ വലിയൊരു പാത്രത്തിൽ നമുക്ക് ഈ ഒരു ഡ്രെയിൻ ചെയ്തെടുത്ത ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. ഇത് ലെയറായിട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ആദ്യത്തെ ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4
വലിയ സ്പൂണ്. അതിലേക്ക് നമുക്ക് ഈ മസാല തയ്യാറാക്കി വെച്ച മസാല കൂടെ ചേർക്കാം. അപ്പോൾ ഈ ഒരു ബിരിയാണി നമുക്ക് അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മസാല ചേർത്ത് കൊടുക്കാം. ചോറ് മസാല അങ്ങനെ നമുക്ക് ലെയറായിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചോറ് മസാലയെല്ലാം ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതൊരു കട്ടിയുള്ള പാത്രം അടിയിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. അപ്പോൾ നമ്മൾ ബിരിയാണി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഈ ഒരു ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.